ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു പർപ്പിൾ ക്യാബേജ് അഥവാ വയലറ്റ് ക്യാബേജിൻ്റെ സാലഡാണ് കാണുന്നത്. പർപ്പിൾ ക്യാബേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ച ക്യാബേജിനെക്കാട്ടിലും വളരെ ഗുണമേന്മയുള്ളതാണ്. അപ്പോൾ നമുക്കതെങ്ങനെ സാലഡ് ഉണ്ടാക്കുന്നത് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അത് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പകുതി ക്യാബേജാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത്രയും മതിയാവും. നിങ്ങൾക്ക് ഫുള്ള് ആവശ്യമുള്ള നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. അത് അതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക ചെറിയ കഷ്ണങ്ങളായിട്ട്. നമ്മുടെ മറ്റേ ക്യാബേജ് ഉണ്ടാക്കുന്ന നമ്മൾ സാലഡിന് നീളത്തിൽ കുറച്ച് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് മൊത്തം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു ക്യാരറ്റും കൂടി നമുക്കതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് നീളത്തിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് നമ്മുടെ ക്യാബേജിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മുടെ ക്യാരറ്റ് ക്യാബേജിലേക്കും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സാലഡ് ഉണ്ടാക്കാൻ ഈ 3 സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇറ്റാലിയൻ മിക്സാണ് കേട്ടോ. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലഡ് നല്ലത് തന്നെ ആയിരിക്കും. പക്ഷേ ഇറ്റാലിയൻ മിക്സ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ സാലഡിന്. അപ്പോൾ അതും കൂടി ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഇറ്റാലിയൻ മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ വിനീഗറാണ്. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനീഗർ നമ്മുടെ സാധാരണ വിനീഗർ ഇല്ലെങ്കിൽ റെഡ് വൈൻ വിനീഗർ കിട്ടും. അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. റെഡ് വൈൻ വിനീഗർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ വിനീഗർ ചേർത്താലും മതി. പിന്നെ ആപ്പിൾ സിഡർ വിനെഗർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പാഴ്സ്ലിയുടെ ഇല വേണമെങ്കിൽ ചേർക്കാം. പാഴ്സ്ലിയുടെ ഇല ഇല്ലാത്തവർക്ക് കൊറിയൻഡർ ലീവ്സ് ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അത് വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ പച്ച ക്യാബേജ് കഴിക്കുന്നതിനെക്കാട്ടിലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് നമ്മുടെ വയലറ്റ് ക്യാബേജിന്. അപ്പോൾ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാലഡാണ് കേട്ടോ. ഡിന്നറായിട്ട് കഴിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.